കാറിലെത്തിയ സംഘം വ്യാപാരിയുടെ വാഹനം ഇടിച്ചു വീഴ്ത്തി 85 ലക്ഷം രൂപ കവർന്നു. തോക്കുചൂണ്ടി കൊള്ള നടത്തിയ സംഘത്തിലെ പ്രധാന പ്രതിയെ ഉത്തർപ്രദേശ് പോലീസ് കൊച്ചിയിലെത്തി പിടികൂടി. ഉത്തർപ്രദേശ് സ്വദേശിയായ റിഫാഖത്തിനെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. നോയിഡ സ്വദേശി അജയ് പാലിനെയാണ് ലക്നൌ ഡൽഹി ഹൈവേയിൽ സരസ്വതി ഹോസ്പിറ്റലിന് സമീപം വെച്ച് റിഫാഖത്ത് അടങ്ങുന്ന 12 അംഗ സംഘം ആക്രമിച്ച് 85 ലക്ഷം രൂപ തട്ടിയെടുത്തത്. ആക്രമണത്തിനിടയിൽ പരിക്കേറ്റ് റോഡിൽ വീണുകിടന്ന അജയ്ക്ക് നേരെ തോക്കു ചൂണ്ടിയ ശേഷമായിരുന്നു സംഘം ബാഗ് തട്ടിയെടുത്ത് കടന്നു കളഞ്ഞത്. CCTV കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാന അന്വേഷണം. പ്രതികളിൽ 7 പേർ ഹാർപൂർ പോലീസിന്റെ പിടിയിലായിരുന്നു. ഇവരിൽ നിന്നാണ് റിഫാഖത്ത് കൊച്ചിയിൽ ഒളിവിൽ കഴിയുന്ന വിവരം പോലീസിന് ലഭിച്ചത്. തൊട്ടുപിന്നാലെ UP-യിൽ നിന്നുള്ള അന്വേഷണ സംഘം കൊച്ചിയിലെത്തി. സെൻട്രൽ സ്റ്റേഷൻ പരിധിയിൽ റിഫാഖത്തിന്റെ ലൊക്കേഷൻ കണ്ടെത്തിയ പോലീസ് പ്രദേശത്തെ ലോഡ്ജുകളിൽ പരിശോധന നടത്തി. തുടർന്ന് സെൻട്രൽ പോലീസിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. 10,000 രൂപയും ഇയാളിൽ നിന്ന് കണ്ടെത്തി. കൊള്ളയടിച്ച പണത്തിന്റെ ഒരു വിഹിതവുമായി വിനോദയാത്രയായ പ്രതി കേരളത്തിലെത്തിയത്. കേസിൽ 4 പേർ ഇനിയും പിടിയിലാകാനുണ്ട്. പ്രതിയെ ഉത്തർപ്രദേശിലേക്ക് കൊണ്ടുപോയി. മലയാളം ടെലിവിഷൻ, കൊച്ചി. നാട്ടിലെവിടെയാ? വയനാട്ടില്. നാട്ടിലെവിടെയാ? ഞാൻ കോഴിക്കോട്. നാട്ടിലെവിടെയാ? ഞാൻ ആലപ്പുഴ. നാട്ടിലെവിടെയാ? ഞാനോ? ഞാൻ കണ്ണൂരാ. നാട്ടിലെവിടെയാ? എന്റെ വീട് പാലക്കാട്. പാലക്കാടിൻ പൊള്ളിപ്പൊളിയും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിനിയും ഉപ്പായാലും ആലപ്പുഴയിലെ മണ്ണിൽ പടരും കുട്ടനാടൻ നനവാണേലും കണ്ണൂരിനെ ഉഴുതുമറിക്കും കോരിച്ചൊരിയണ മഴയായാലും വയനാട്ടിലെ കുളിർ കോരും മഞ്ഞായാലും നാട്ടിലെവിടെയാണേലും കാലാവസ്ഥ എന്താണേലും സിമെന്റ് JSW കോൺക്രീറ്റ് HD തന്നെ. നാട്ടിലെവിടെയാ?